ഹലോ ഗൈസ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീട്ടിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഗെയിം നമ്മളെ മെറ്റൽ ഗെയിം, നമ്മൾ പണ്ട് കളിച്ച ഗെയിം, ആ ഗെയിമിൻ്റെ ആളുണ്ടാക്കിയ ഗെയിമാണ് ഈ ഗെയിമിൻ്റെ പേരാണ് സ്കൂൾ ബോയ് റണ്ണവേ. ഇത് നമ്മൾ ഇതായിട്ട് കളിച്ചിട്ടില്ല, അല്ല നമ്മൾ കളിച്ചിരിക്കണേ, പക്ഷേ ഈ വീഡിയോ ഇട്ടിട്ടില്ല. ഈ ഗെയിം ഇത് നമ്മൾ കളിച്ച ഗെയിമാണ് ഗൈസ്. ഇത് എന്താണ് നമ്മളെ ചാനലിൽ ഒരു സീക്രട്ട് ഇട്ടിരുന്നു ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് ഇടാൻ വിചാരിച്ചു. നമ്മൾ മറന്നുപോയി ഗൈസ് ഈ ഗെയിമിൻ്റെ കാര്യം. അപ്പം നമുക്ക് ഇന്നാണ് ഓർമ്മ വന്നത് ഈ ഗെയിം ഇടാ. അപ്പം നമുക്ക് ഈ ഗെയിം കളിച്ചേക്കാം. ഞാൻ എന്താ ഇടാങ്ങി വെച്ചാൽ ഈ ഗെയിം കുറച്ച് നമ്മളെ മെറ്റലിനേക്കാളും ടഫാണ് ഈ ഗെയിംസ് ഗെയിം. കാരണം മറ്റേ ഒരു എനിമി ഉള്ളത്, ഇതിൽ 2 എനിമി ഉണ്ട്. ഫാദറും മദറിൻ്റെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പയ്യനാണ് അവന്. എന്താണ് ഫാദറും മദറും എന്തോ സ്ട്രിക്റ്റ് അങ്ങനെ എന്തോ ആണ്, അവരെ രക്ഷപ്പെടുന്ന കഥയാണ് എന്താണ്. അപ്പോൾ ഗസ്റ്റിൽ കണ്ടോ കുറേ മോഡുണ്ട്. രാത്രി ആക്കണ മോഡ്, പിന്നെ തല തിരിയണ മോഡൊക്കെ ഉണ്ട്. എന്താ തല തിരിഞ്ഞൊക്കെ രാത്രി വേണം രാവിലെ കണക്ക്. രാവിലെ ശരിക്കും നല്ലത് കേസ്. കാരണം എന്താ അറിയുമോ, രാവിലെ നല്ല കാണാൻ പറ്റും. രാത്രി ഭയങ്കര ഇട്ടാവും വീട്ടിൽ. ശരിക്കും അങ്ങനെ തന്നെയാണ് ഈ വീട്ടിലും അങ്ങനെ തന്നെ ഭയങ്കര ഇട്ടാവും. അപ്പോൾ അയ്യോ ഞാൻ ആ സീരി കട്ടെ. ഇതെന്താ അറിയോ, ഇതിപ്പോൾ നമ്മൾ പഠിക്കണമെന്ന് ഹിന്ദി ഞാൻ ഉണ്ടച്ച ഒരു ഹിന്ദി അറിയാൻ തന്നിരുന്നു. നമ്മളിപ്പോൾ എന്തിനാ പഠിക്കണമെന്ന് അറിയോ, ആ എന്താണ് ഇപ്പോൾ ഒരു സിനിമ അവർ കാണിച്ചില്ല, ആ കട്ട് ചെയ്ത് നമ്മൾ എന്താ ഫ്രണ്ട് ഇവനെ വന്നിട്ട് വിളിക്കുകയാണ് കളിക്കാൻ പോകാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവൻ്റെ അമ്മ കളിക്കാൻ പോകണ്ട, പരീക്ഷ വെച്ച് പൊട്ടിയിലെ മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരുത്തിയതാണ് നമ്മളെ കളിക്കാൻ മുട്ടിയില്ല കേസ്. അതിൻ്റെ സങ്കടം നമുക്ക്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മെറ്റലിൽ ഉണ്ടാക്കിയ ആളെ ഗെയിം തന്നെയാണ്. ഇതിൽ ഒരു ഗെയിം കൂടി ഉണ്ട്, പക്ഷെ അതൊക്കെ വലിയ ഇഷ്ടപ്പെട്ടില്ല. അല്ല രസമുണ്ട് ഗെയിം, ഇതുണ്ടാക്കിയ ഗെയിം തന്നെ, പക്ഷെ കുറച്ച് വ്യത്യസ്ത ഗെയിമാണ്. കുറച്ച് ആഭിജായ് റിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവണ ഗെയിമാണ്. ഞാൻ കളിച്ചിക്കണേ. അതിൻ്റെ ചാനലിൽ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് ഇട്ടാണ്. നമ്മളിപ്പോൾ ഈ ബെല്ല് ഇപ്പോൾ അമ്മ ഇത് ഓർമ്മ കേസ്, അമ്മ ഇവിടുന്ന് പോയിക്കോളും. ഇന്ന് ജയിക്കുമെന്ന് അറിയില്ല, കാരണം ഈ ഗെയിം ഭയങ്കര ടഫാണ്. തോറ്റ കഴിച്ചാൽ ഈ വീഡിയോ നിർത്തിട്ടോ ഇവിടെ. അതാണ് കാരണേ. അയ്യോ ഓ ശരിക്കും പൊട്ടി കഴിച്ചാൽ അമ്മ ഉണ്ട്. അതാണ് അമ്മ. അച്ഛനുണ്ട്. അച്ഛൻ ആ മുറിയിൽ അവിടെ അല്ലേ, ആ മുറിയിലുള്ളത്. ഇനി ഇവിടെ നമുക്ക് കുറേ ഉണ്ട്, റുബീസ് ക്യൂബൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഇതുണ്ട്, സർത്തുണ്ട് ഇതിന്. ഇതെന്താ അറിയോ, നല്ലപോലെ തിരിക്ക്. ഇത് ഇവൻ്റെ ബർത്ത്ഡേ ഡേറ്റാണ്. ബർത്ത്ഡേ 2010 2010 7-ാം മാസം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ജൂലൈ ജനിച്ചു. ജനുവരി ഫെബ്രുവരി മാർച്ച് ജൂലൈ 19 ജനിച്ചു. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ഓൻ്റെ വയസ്സാണെന്ന് തോന്നുന്നു. വയസ്സല്ല, എന്താണ് അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് എന്താവും? ഇവനക്ക് ഇപ്പോൾ എത്ര വയസ്സറിയോ? ഇവനക്ക് എന്ന് പറഞ്ഞാൽ കിട്ടണില്ല. അയ്യോ ഗൈസ്, ഞാൻ അറിയാതെ ഇത് നോക്കിയപ്പോൾ കമ്പ്യൂട്ടർ പാസ്വേഡ് തുറന്നത് ഗൈസ്. ഇതെന്താ ഇതിന് കോഡ് 2008 2002 തോന്നി. ഇത് കറക്റ്റ് മനസ്സിലായി. 2010 ജനിച്ചത്. എന്താണ് ബൂപ്പറാ? ഭൂപ്പാർന്നാണ് ഇതിന് മിക്കത് മനസ്സിലായി. പക്ഷേ ഇതാണ് ഇതിൻ്റെ 2 എസ്കേപ്പ് ഉണ്ടല്ലോ ഈ ഗെയിമിൽ. ഒന്ന് എന്താ ലാഡർ എസ്കേപ്പ്. ഈ ഗെയിം കുറേ മറന്നിട്ടാണ് പണ്ട് കളിച്ചല്ലോ. ഒന്ന് ലാഡർ എസ്കേപ്പ്, ഒന്ന് എന്താണ്, ഒന്ന് വേറെ ഡോർ എസ്കേപ്പാ, ഗേറ്റ് എസ്കേപ്പ്, അങ്ങനെ എന്തോ ഉണ്ട്.
ഇത് നമുക്ക് വേണ്ടെന്താ അറിയാം, ഇതിൽ അമ്മ അച്ഛനോട് അയ്യോ ഒരു ചാനലിൽ പോയി, അവർ ചാനലിലേക്ക് പോയി. ഇതൊന്നും ചെയ്യുന്നുണ്ട് ഗെയിമിൽ, ഇത് വേറെ വന്നത്. അത് മെയിൻലി കുറേ ഇതുണ്ട്. ഇത് ഫ്രണ്ടാണ്, അതൊക്കെ ഉണ്ട്. ഇനി ഇപ്പം എൻ്റെ ഡാഡിന് സെൻഡ് ഫേക്ക് മെസ്സേജ് ഡാഡ് മൈനി ഫ്ലാറ്റായി പോയിക്കോളെ അവിടെ ഗൈസ്. നോക്കിതേ സ്ലീപ്പ് മോഡായിരിക്കട്ടെ. അച്ഛനെ പൊക്കാടെ അപ്പോ അങ്ങോട്ട് പോയി. അയ്യോ ഇനി 3 വട്ടം ഓടണം ഗൈസ് ഇവിടെ. റണ്ണിങ് തന്നെയാടാ എനിക്കും. ഈ ഗിഫ്റ്റ് ബോക്സ് കിട്ടത്തില്ലേ, മറ്റൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടാണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഇന്നൊരു ഇതില് മഞ്ഞ. അച്ഛാ മതിയില്ലേ, ലാസ്റ്റ് ലാപ്പ് തന്നെയാടാ, ലാസ്റ്റ് ലാപ്പ്. അമ്മക്കളെ ഇതവിടെ പറ്റി പറയാനേ പാടില്ല. അച്ചാച്ചോയ് സ്റ്റഡിക്ക് തന്നെയാണ് പോയി പണിയൊക്കെ. ഈ നമ്മളെ അച്ഛനക്ക് ഒരു മെസ്സേജ് തന്നു. അപ്പോൾ ഇത് നമ്മളെ മെസ്സേജ് അല്ല, വേറൊരു മെസ്സേജാണ്. അയ്യോ അച്ഛനല്ല പോയി, അച്ഛൻ മണ്ട നമ്മളെ കണ്ടില്ലേ. ഈ അച്ഛനെ മണ്ടെന്നൊക്കെ വിളിക്കാൻ പാടില്ല, ഒന്നും പാടേ ഇല്ല. അതോ നമ്മൾ വിളിച്ചു പോയി. മതി കഴിഞ്ഞ് അവിടെ അച്ഛൻ്റെയൊക്കെ ഒന്നും അധികം നേരം നിൽക്കണ്ട, ഡേഞ്ചറാ. നമ്മൾ ഡെഡ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. ചാർജ് അയ്യോ ചാർജർ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യണ സ്കേപ്പ് ഇതാട്ടാ, ലാഡർ സ്കേപ്പാണ്. പക്ഷെ നമുക്ക് ലാഡർ സ്കേപ്പിന് ലാഡർ സ്കേപ്പിന് ആവശ്യമില്ല ശരിക്കും. ഒരെടുത്ത് പോയി കഴിയുമ്പോൾ എനിക്ക് ഡ്രോപ്പിങ് വയ്യ. അതെന്താ ഗിഫ്റ്റ് ബോക്സാ ഗെയിമാണെങ്കിൽ ലാഡ് ഇത് പറയില്ലേ. എനിക്ക് അമ്മനെ കൊണ്ട് കൊണ്ടുപോകാം, അമ്മേൻ്റെ അടുക്കളയിൽ എന്തെങ്കിലും തേങ്ങ ഉണ്ടാവും. വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇതെല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ സാധനം ഓഫാക്കിയിട്ടാ കുറച്ച് നേരം ഇങ്ങനെ ആക്കിയിടുക. അങ്ങനൊരു കഥ ഉണ്ട് ഇതിൽ. എന്നിട്ട് എന്തോ ഉണ്ടാവും ഇതിൽ കറക്റ്റ് മറന്നേ. ഇതെന്താ നെയിം സ്ലിപ്പാ, സ്ലിപ്പല്ല നെയിം സ്ലിപ്പാണെന്ന് പറയുക തന്നെ. അതന്നെ സോ മച്ച് സ്മോക്ക്. ഇതൊക്കെ എന്താ പഠിക്കാൻ, എന്ത് തേങ്ങ പഠിക്കണു നീ? കുറെ കട്ട ഗെയിമിനെ കുറിച്ച് പഠിക്കാനാ. മറ്റേ കട്ട ഗെയിം ചെയ്യാ, എൻ്റെ പേരൊക്കെ മറന്നു. ആ ഗെയിം പഠിക്കാനാവുന്നുണ്ട്. ഇന്ന് ആരെ ഇതിൽ പോവാ. ഇതിലൂടെ ക്രിസ്മസിന് എടുക്കാൻ പോയി. അമ്മ ക്രിസ്മസിന് നടക്കാൻ പോയി. എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കേസ് നമ്മുടെ അടുത്ത്? എന്തെങ്കിലും ഉണ്ട്.
ഇന്നിപ്പോൾ എപ്പോഴാ ഇത് എപ്പോഴാ കെയ്യെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ഫാസ്റ്റ് ഞാൻ നോക്കണേ. ഇത് കൂട്ടറാ എന്താ കഴക്ക മറ്റേ സ്കേവ് ചെയ്യാം. എന്താ സ്കേവ് പറയല്ലോ, ഗേറ്റ് സ്കേവിന് ആവശ്യമുള്ളതാ. ഇത് കഴിഞ്ഞ അയ്യോ അമ്മ ഉണ്ട്. അയ്യോ അമ്മ ആയിക്കൂടി ചാടി. ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കൊടുക്കട്ടെ. അയ്യോ അമ്മ കണ്ട് അമ്മ പിടിക്കും ഇപ്പൊ പിടിക്കും. അയ്യോ നമുക്കൊന്നൊരു വണ്ടി അങ്ങനെ അതും കഴിഞ്ഞു. നമുക്ക് നമ്മളത് മീറ്റ് ചെയ്ത് പെൻഡിങ് ആയി. എന്താ അറിയാം, നമ്മളാ മീറ്റ് കഷ്ണം ഒരാവശ്യമുണ്ട്. നമ്മൾ വെറുതെ നല്ല ഓവനിൽ ഇരിക്കണത്. ഇതൊക്കെ വെന്ത മീറ്റായി. ഇപ്പം അതൊക്കെ പോകണം, ഇവിടെ നിൽക്കണം. കാരണം അമ്മ അതിൽ കൂടി അത്ര സൂക്ഷ്മത കേസ് ഗെയിമിൽ. ഇവിടെ ഈ ജനലുണ്ട്, ഈ ജനലിൽ കൂടിയാണ് അമ്മ നമ്മളെ കാണും. അമ്മ കണ്ട് എന്നെ കണ്ട് അമ്മ. അയ്യോ അമ്മ ഇതിൽ കൂടി ആയിരുന്നു. വേറെ ഗെയിം ഭയങ്കര ടഫസ്റ്റ് ഗെയിമാണ്. നമുക്ക് ഇതാക്കാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇത് തൽക്കാലം ഈ പട്ടിക്കുട്ടിനെ കൊടുക്കാം. പട്ടിക്കുട്ടാ പിടിച്ചോ, നീ എങ്ങനെ തിന്ന് സന്തോഷിക്കടാ. എൻ്റെ അമ്മനെ വെറുതെ വിടില്ല, നമ്മൾ പാവാ. അത് അച്ഛനും കണ്ടു, ഇപ്പം അടിപൊളിയായി. അച്ഛനും കണ്ടു. ഇതാ ഇപ്പം നല്ല അയ്യോ ഗൈസ്, ഇത് വീഡിയോ 12 മിനിറ്റ് അറിയാത്. എൻഡിങ് 1 ഇത് എത്ര എൻഡിങ് ഉണ്ടപ്പോൾ? ഇതിൽ 8 എൻഡിങ് ഉണ്ട്. ഒരു എൻഡിങ് നമ്മൾ തീർത്ത് കേസ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ്, അയ്യോ ഇനി ഞാൻ ഗേസ് ഈ കഴിഞ്ഞ് കളിക്കണ കേസ്. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കണേ. നമ്മളിത് ജയിക്കണ പാർട്ട് 2 ആക്കി വിടും. അല്ല പാർട്ട് ആനെ ഇതാക്കി 2ാം ഭാഗമാക്കി വിടും. അപ്പോൾ ഇതിപ്പോൾ കളിക്കാൻ വിടാ. ഈ ഗെയിം കറക്റ്റും എന്താ മറന്നുപോയി കേസ്. ഞാൻ കുറേ കാര്യങ്ങൾ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ നിർത്തണേ. അതുകൊണ്ട് പിന്നെ ഈ ഗെയിം ഭയങ്കര ടഫാണ് കേസ്. ടഫ് മെറ്റലിനെക്കാട്ടും ടഫ്. മറ്റേ ഗെയിം പറഞ്ഞാൽ ഇവരുണ്ടാക്കിയ 3 ഗെയിം ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ഒരു ഗെയിമാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഗെയിമാണ് ജോക്കർ ഷോ എന്ന് പറഞ്ഞിട്ട് ഗെയിമുണ്ട്. അത് നമുക്ക് ഇവിടെ, പക്ഷേ അതൊക്കെ അധികം മനസ്സിലാവാത്ത ഗെയിമാണ് കേസ്. അത് വല്ലാതെ പറ്റാത്ത ഗെയിമാണ്, ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരു ഗെയിമാണ്. അപ്പോൾ കേസ് നമ്മൾക്ക് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമ്മളിത് ജയിക്കണമായിട്ട് അടുത്ത പാർട്ടാക്കിയാണ്ട് വിടും കേസ്. നമ്മൾ ഇറക്കൂല, നാളെ തന്നെ ഇറക്കും. അപ്പോൾ കേസ് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ, നിങ്ങൾ കാണാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ വീഡിയോസ് ഇടും, കൂടുതൽ ഇതിടും. പിന്നെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ കമ്പ്യൂട്ടർ വന്നു. അപ്പോൾ ആയിട്ട് നമ്മൾ പിന്നെ ഫുള്ള് ഗെയിം പ്ലേ ആവും കേസ്. അപ്പോൾ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ സബൊക്കെ ചെയ്തിട്ട് വീഡിയോ നമ്മൾ വൈൻഡപ്പ് എന്തൊക്കെ പറയണേ അതൊക്കെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം വേണ്ടി ചെയ്താളാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഗൈസ് എന്താ എല്ലാവർക്കും ബായ്.